ഒന്ന് രണ്ട് ചെറിയ ചിന്തകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഞാനൊന്ന് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ നമ്മളുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ പള്ളിയിൽ പോയവരും അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ മാതാപിതാക്കളോടും നമ്മളുടെ ഇടവക ദേവാലയത്തോടും നമ്മൾ പുലർത്തിയവരാണ്. വേദപുസ്തകത്തിൽ ഉണ്ണീശോയെക്കുറിച്ച് പറയുമ്പോഴുള്ള എനിക്ക് ഏറ്റവും മനസ്സിൽ കൗതുകം തോന്നിയിട്ടുള്ളൊരു കാര്യം, പതിവ് പോലെ ദേവാലയത്തിലേക്ക്, സിനഗോഗിലേക്ക് ഉണ്ണിയെയും കൂട്ടി അവർ പോയി. പതിവ് പോലെ നമ്മുടെ അമ്മച്ചിമാരും നമ്മുടെ ഇശാച്ചന്മാരും നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ പതിവ് പോലെ അവരുടെ കൂട്ടത്തിൽ നമ്മളും അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് അവരും പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ചിന്തയാണ് നമുക്ക് എന്നും മനസ്സിന് കൗതുകം നൽകിയിട്ടുള്ളതും ഈ പള്ളിയോടും മാതാപിതാക്കളോടുമൊക്കെയുള്ള നല്ലൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇടയായിട്ടുള്ളതും. അത് നമ്മളുടെ വലിയൊരു പൈതൃകമാണ്. ഒരു കുഞ്ഞിനെ നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഒരുക്കി അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി നടത്തി ദേവാലയത്തിൽ കൊണ്ടുപോയി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുന്ന കാര്യം, ദേവാലയവും വീടും ആയിട്ടുള്ള ആ ബന്ധം നമ്മൾ പുലർത്തുന്ന വലിയൊരു സഭയാണ്, സമുദായമാണ്. അവിടെ മാതാപിതാക്കൾക്ക് പ്രസക്തിയുണ്ട്, കുട്ടികൾക്ക് പ്രസക്തിയുണ്ട്, ദേവാലയത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രസക്തിയാണ്. ഈശോയെ കൊണ്ടുപോയപ്പോൾ 12-ാം വയസ്സിൽ തിരുനാൾ കഴിഞ്ഞ് കാണാതെ വന്ന അവസരത്തിലും ഈശോ നൽകുന്ന ആ ഒരു ഉത്തരം ഞാൻ കരുതുന്നത് ആ മാതാപിതാക്കൾ അതിനുവേണ്ടി അവരെ പഠിപ്പിച്ച് ഒരുക്കിയത് കൊണ്ടാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടവനല്ലേ, നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചാൽ മതിയോ? യോസേപ്പും മാതാവും പരിശുദ്ധ അമ്മയും കൂട്ടത്തിലുണ്ട്. അവരോടാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടവനല്ലേ. ദേവാലയത്തിൽ വെച്ച് ബാലനായ ഈശോ വലിയൊരു വിസ്ഡം ഉൾക്കൊള്ളുകയാണ്. പള്ളിയാണ് നമുക്ക് നല്ല അറിവ് നൽകുന്നത്. വേദപുസ്തക ചരിത്രമെല്ലാം അതാണല്ലോ. ദേവാലയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, മധുബഹായോട് ചേർന്ന് നിന്നപ്പോൾ സക്രിയായിക്ക് വലിയ വെളിപാടുണ്ടായി. ദേവാലയത്തിലിരുന്ന് ബാലനായ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകണം. അവർക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ പ്രയാസം തോന്നിയെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലുള്ള പിതാവിനെക്കുറിച്ച് പക്വമായ ഒരറിവ് ഈ ബാലന് കൊടുക്കാൻ തക്കവണ്ണം ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ വീട്ടിൽ വളർത്തി പള്ളിയിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും അങ്ങനെയാണല്ലോ. അവർ അച്ഛനെ കണ്ട് അല്ലെങ്കിൽ പാട്ടുകാരെ കണ്ട് സിസ്റ്റേഴ്സിനെ കണ്ട് അവിടെയുള്ള കർമ്മങ്ങളൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ജ്ഞാനം കിട്ടുന്നത്, നല്ല അറിവ് കിട്ടുന്നത്. അങ്ങനെ ദേവാലയത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുകയും ദേവാലയത്തിൽ നിന്ന് വലിയ ഉൾക്കാഴ്ചകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തവരാണ് നമ്മൾ. നമ്മുടെ പ്രത്യേകത അതാണ്. പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം, അമ്മയുടെ തിരുനാൾ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുമ്പോഴും ഖനായിൽ ഉണ്ടായ ആ ഒരു വലിയ പ്രതിസന്ധി, വരണ്ട് കല്യാണത്തിന് വന്നവർക്ക് കുടിക്കാൻ കൊടുക്കാൻ വീഞ്ഞില്ലാതിരിക്കുന്ന ആ അവസ്ഥ, അവിടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും പരിഹാരമുണ്ട്. അമ്മ വീട്ടിലുള്ളപ്പോൾ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. എല്ലാ കാര്യത്തിനും എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്താനായിട്ട് അമ്മയ്ക്ക് സാധിക്കും. അമ്മയാണ് ആ വീടിൻ്റെ ഐശ്വര്യമായിട്ട് പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് നമ്മളിവിടെ പിതൃവേദികൾ ഒന്നിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ച് അത് വലിയ അഭിമാനത്തിൻ്റെയും നമ്മളുടെ ഒരു ചരിത്ര അവബോധത്തിൻ്റെയും അവസരം കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ അടുത്ത നാളിൽ 16-ാം നൂറ്റാണ്ടിലെ വലിയൊരു
ദാർശനികനെക്കുറിച്ച് ബ്ലെയ്സ് പാസ്കൽ എന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള കത്ത് നമുക്കെല്ലാവർക്കും തന്നിരുന്നു. ചെറിയ കത്താണ്, 10-25 പാരഗ്രാഫ്സേ ഉള്ളൂ. അതിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ഈശോ മിശിഹാ വഴി മാത്രം നാം ദൈവത്തെ അറിയുന്നു എന്നത് മാത്രമല്ല, ഈശോ മിശിഹാ വഴി നാം നമ്മെ തന്നെയും അറിയുന്നു. മനുഷ്യനെയും അറിയണമല്ലോ, ദൈവത്തെ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, മനുഷ്യനെ അറിയാനായിട്ട് കൂടെ നാം ഈശോയെ കൂട്ടുപിടിക്കണം. തുടർന്നുള്ള ഒരു വാക്യം ഫ്രാൻസിസ് പിതാവ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് വളരെ കൗതുകകരമായ ഒന്നായിട്ട് തോന്നി. മനുഷ്യൻ ഒരു ഞാങ്ങണയാണ്, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ഒരു ചെടി. അതേസമയം ഇത് ചിന്തിക്കുന്ന ഒരു ഞാങ്ങണയാണ്. മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു ഞാങ്ങണയാണ്. നമ്മൾ ഇവിടെ സംസാരിച്ചവരൊക്കെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. കുട്ടികളെ നമ്മൾ വളർത്തുന്നത്, കൂടുതൽ കുട്ടികൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അവരെ ദൈവവിശ്വാസത്തിൽ പരിശീലിപ്പിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന എന്നാൽ ബലഹീനരായ മനുഷ്യരാണ്. അങ്ങനെ ദൈവത്തോടൊത്ത് ഈശോയോടൊത്ത് ജീവിക്കാനും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കുമ്പോഴാണ് നമുക്ക് കുട്ടികളുടെ മേൽ അഭിമാനം കാത്തു സൂക്ഷിക്കുവാനും അവരെ വളർത്തിയെടുക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ബൈബിൾ വായിക്കണം. വേദപുസ്തക ടേസ്റ്റ്, രുചി ഇന്ന് നമ്മളുടെ വീടുകളിൽ നിന്ന് കുറഞ്ഞു പോകുന്നുണ്ട്. നല്ലതുപോലെ ശ്രദ്ധിച്ചല്ല വായിക്കുന്നത്. എല്ലാ സമുദായക്കാരും അവരവരുടെ ഗ്രന്ഥങ്ങൾ കാണാതെ പഠിക്കുന്നവരാണ്. യഹൂദന്മാരാണെങ്കിൽ ബൈബിൾ മുഴുവൻ കാണാതെ പഠിക്കുന്നവരാണ്. എല്ലാ കുട്ടികളും ബൈബിൾ മുഴുവൻ അവർ കാണാതെ പഠിക്കും. നമ്മൾ നിരന്തരമായിട്ട് തിരുവചനം വായിച്ച് പഠിച്ച് വേദപുസ്തകത്തിലെ വ്യക്തികളെക്കുറിച്ച്, പിതാക്കന്മാരെക്കുറിച്ച്, പൂർവ്വമാതാക്കളെക്കുറിച്ച് എല്ലാം കൂടുതൽ നമ്മൾ അറിവ് സമ്പാദിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ കുടുംബം എന്താണെന്നും, കുടുംബത്തിൽ പിതാക്കന്മാരാരാണെന്നും, മാതാക്കൾ ആരാണെന്നും, മക്കളുടെ പ്രസക്തി എന്താണെന്നും ഒക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. വിശുദ്ധ ബൈബിൾ വ്യാഖ്യാതാവായ ബിഷപ്പ് റോബർട്ട് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. നോ ഫാമിലി ഡ്രോപ്സ് ഡൗൺ ഫ്രം ഹെവൻ പെർഫെക്റ്റ്ലി ഫോംഡ്. ഒരു കുടുംബവും സ്വർഗത്തിൽ നിന്ന് താഴേക്ക് കെട്ടി ഇറക്കി വന്നിട്ടുള്ള കാര്യമല്ല. ഫാമിലീസ് നീഡ് constantly to grow and mature in the ability to love. ഓരോ കുടുംബവും നിരന്തരമായിട്ട് പക്വതയിലേക്ക്, സ്നേഹത്തിലുള്ള പക്വതയിലേക്ക് വളരണം. ഇന്ന് നമുക്കതിൻ്റെ എല്ലാം കുറവുണ്ട്. കുടുംബകലഹങ്ങളുണ്ട്, മിണ്ടാതിരിക്കുന്നവരുണ്ട്, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, വീട്ടിൽ കയറാത്തവരുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങളിലൂടെ നമ്മളുടെ കുടുംബങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു ചിന്ത ഓരോ ദിവസവും നമ്മൾ വളരുകയും പക്വത പ്രാപിക്കുകയും സ്നേഹത്തിലേക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹൃദയം കൊണ്ട് ഇന്ന് സംസാരിക്കുന്നില്ല. കാർഡിനൽ ന്യൂമാൻ്റെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ, കോർ ആദു കോർ ലുക്വിത്തൂർ. ഹൃദയം കൊണ്ട് സംസാരിക്കുന്നില്ല, ഹൃദയപൂർവ്വം നമ്മൾ സംസാരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മളിതുപോലുള്ള വലിയ സമ്മേളനങ്ങളിൽ നമ്മളുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കുറേയെല്ലാം നമുക്കൊത്തിരി നല്ല കാര്യങ്ങളുണ്ട്. ഞാൻ വിമർശനപരമായിട്ടൊന്നും കുടുംബങ്ങളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഭംഗിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. നമുക്കുള്ളതും നമ്മളായിരിക്കുന്നതുമെല്ലാം കുടുംബത്തിൽ നിന്നാണ്. നമുക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ച് എടുക്കാൻ വേണ്ടിയുള്ള പൊതുവായിട്ടുള്ള വിചാരങ്ങളാണ് നമ്മളിതുപോലുള്ള സമ്മേളനങ്ങളിൽ നൽകാനായിട്ട് പരിശ്രമിക്കുന്നത്. സ്നേഹം കുറയുമ്പോൾ എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ടു.
നമുക്ക് പണവും പ്രതാപവും വലിയ കെട്ടിടവും എല്ലാം ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും വീട് പൊളിച്ച് വലുതായി പണിയുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടാൽ, സ്നേഹം നഷ്ടപ്പെട്ടാൽ, കണ്ടുമുട്ടലുകൾ നഷ്ടപ്പെട്ടാൽ, ഓരോ കുഞ്ഞും ഓരോ മുറിയിൽ മാത്രമാകുമ്പോൾ അവിടെയാണ് ജീവൻ നഷ്ടപ്പെടുന്നത്. അല്ലാതെ മരിച്ചു പോകുന്നതിനെക്കുറിച്ചല്ല. മരിച്ചു പോകുന്ന കാര്യം അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീട് വലുതാകുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം ഇന്ന് നമ്മളുടെയൊക്കെ വീടുകളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ആ കാര്യങ്ങളിലേക്ക് നമ്മെ തന്നെ ശ്രദ്ധാപൂർവം കൊണ്ടുവന്ന് നിർത്തണം. നമ്മളുടെ ആദിമസഭയുടെ പിതാക്കന്മാരും നമ്മളുടെ വത്തിക്കാൻ സുനകദോസും എല്ലാം നമ്മെ പഠിപ്പിച്ച കാര്യമാണല്ലോ ഡൊമസ്റ്റിക് ചർച്ച്, വീട്ടിനുള്ളിലെ സഭ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. വീട്ടിനുള്ളിലെ സഭ, വീടാകുന്ന സഭ. ആധുനിക വേദശാസ്ത്രികൾ അതിനെ പ്ലാന്റാസിയോ എക്ലേസിയെ, ഒരു വീട്ടിനുള്ളിൽ നമ്മളൊരു പ്ലാന്റേഷൻ നടത്തുകയാണ്. ബൈബിൾ വായിച്ച് കേൾപ്പിക്കുന്നു, അല്ലെങ്കിൽ നല്ല വർത്തമാനങ്ങൾ അപ്പനും അമ്മയും തമ്മിൽ പറയുന്നു. അവിടെയാണ് നല്ല വിത്ത് പൊട്ടി മുളയ്ക്കുന്നത്. അങ്ങനെ വീട്ടിനുള്ളിലെ ആ സഭ സജീവമായിട്ട് നിൽക്കുമ്പോൾ മാത്രമേ അപ്പനും അമ്മയും സ്നേഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പരം നല്ല ധാരണയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വളർച്ചയുണ്ടാകുള്ളൂ. ഇന്ന് ഫാമിലി എന്ന് പറയുന്നത്, ഫാമിലി ഈസ് നോട്ട് എ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ഓർ സൈക്കോളജിക്കൽ റിയാലിറ്റി. അടിസ്ഥാനപരമായിട്ട് ഫാമിലി ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി, ആത്മീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ് മിറേഴ്സ് ദ ട്രിനിറ്റി, പരിശുദ്ധ ത്രിത്വത്തെയാണ് നമ്മളിവിടെ കാണേണ്ടത്. ആ കൂട്ടായ്മ ഫാമിലി മിറേഴ്സ് ദ ട്രിനിറ്റി എന്ന് പണ്ഡിതന്മാർ, പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ കുടുംബത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ആ കാര്യം നമുക്ക് മറ്റെന്തെല്ലാം നമുക്ക് കിട്ടിയാലും ഈ തരത്തിലുള്ള ഒരു ആഭിമുഖ്യം ആത്മീയമായിട്ടുള്ളതും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ആ കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് നമ്മൾ തീവ്രമായ പരിശ്രമത്തിലേക്ക് പോകേണ്ടതുമായ ഒരു സാഹചര്യം നമുക്കുണ്ട്. നഷ്ടപ്പെട്ട ആ ഒരു പൈതൃകം, ഒരു സ്പിരിച്വൽ പാട്രിമണി നമ്മൾ തീക്ഷ്ണതയോടുകൂടി ജോലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കുടുംബം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കൾ അവർ വഴി മാത്രമേ നമുക്ക് ഈ സഭാത്മകമായിട്ടുള്ള ചൈതന്യം കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫാമിലി ഈസ് ആൻ എക്ലേസിയോള എന്ന് പറയുന്നവരുണ്ട്. എക്ലീസിയോളജി സഭാവിജ്ഞാനിയുമാണ്. ഒരു ലിറ്റിൽ ചർച്ച് എന്ന അർത്ഥത്തിലാണ് എക്ലീസിയോള എന്ന് പറയുന്നത്. കുടുംബം ഒരു ചെറിയ സഭയാണ്. സഭ എന്ത് പഠിപ്പിക്കുന്നുവോ അത് പ്രിസേർവ് ചെയ്യുകയും അതിൻ്റെ ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ തലമായിട്ട് നമ്മൾ കുടുംബത്തെ കാണണം. നടപടി 4:2-22 അവിടെ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, ശ്ലീഹന്മാർ സുവിശേഷകന്മാർ പറഞ്ഞതും പഠിപ്പിച്ചതുമെല്ലാം കൂട്ടായ്മ, ഒന്നിച്ചിരുന്ന് വർത്തമാനം പറയുക, പള്ളിയിൽ പോകാനുള്ള താല്പര്യം ഉണ്ടായിരിക്കുക, അപ്പം മുറിക്കൽ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുക, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കെടുത്തു. ഇന്ന് നമ്മളുടെ കുടുംബ കൂട്ടായ്മകളും സൺഡേ ശുശ്രൂഷകളും എല്ലാം നമുക്ക് ഉള്ളപ്പോഴും സദാ താല്പര്യപൂർവ്വം നമ്മൾ പങ്കെടുക്കുന്നുണ്ടോ? അവിടെയാണ് അതിൻ്റെ പ്രശ്നം. എങ്ങനെയെങ്കിലും നമ്മളൊന്ന് പോയി എങ്ങനെയെങ്കിലും 1 മണിക്കൂറൊക്കെ പള്ളിയിൽ അകത്തും പുറത്തുമായിട്ടൊക്കെ നിന്ന് നമ്മൾ മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സൊസൈറ്റി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. പൗലോസ് 2 തിമോത്തി 1:5 നിൻ്റെ വല്യമ്മയായ ലോവിസിനും അമ്മയായ യവനിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്ക് ഉണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ എൻ്റെ സഹപ്രവർത്തകനായിട്ട് എടുക്കുന്നത്. ഓർത്ത് നോക്കിയേ, അവിടെ പൗലോസ് ഏതാണ്ട് നല്ലൊരു സ്ലീഹായെപ്പോലെ വേറൊരാളിനെ കണ്ടെത്തുന്നത്
2 കാരണമേ പറയുന്നുള്ളൂ. നിൻ്റെ അമ്മയുടെയും നിൻ്റെ വല്യമ്മയുടെയും വിശ്വാസം വേണം. നോക്കിയേ, ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നത്. നിൻ്റെ അമ്മയുടെയും നിൻ്റെ വല്യമ്മയുടെയും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ കൂട്ടത്തിൽ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് നിന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മൾ അത്തരത്തിലൊക്കെ കുറേ ഗൗരവതരമായിട്ട് ചിന്തിക്കണം. നമുക്ക് എന്തുമാത്രം നവീകരണങ്ങളുണ്ടായാലും വീഴ്ചകളുണ്ടാകുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ദ ഫ്ലഡ് ദ ട്രബിൾ വിൽ കം. നോവയുടെ കാലത്ത് ജലപ്രളയം വന്നു, വലിയ പെട്ടകം പണിതു, ദൈവം നോഹയെ രക്ഷിച്ചു. ഒരുപാട് ദിവസങ്ങൾ അതിനുള്ളിൽ കഴിഞ്ഞു. അവർ പുറത്തു വന്നു, കൃഷി ഇറക്കി, നല്ല വിളവ് കിട്ടി. പക്ഷേ ഫലമെന്തായിരുന്നു? അദ്ദേഹം വീണ്ടും മുന്തിരി ഫലം വീഞ്ഞു കുടിച്ച് മത്തനായി അശ്ലീല പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. ജലപ്രളയത്തിനു ശേഷവും ട്രബിൾസ് നമുക്കുണ്ടാകാം. ഏത് നവീകരണം നമ്മൾ സ്വീകരിച്ചാലും മനുഷ്യൻ്റെ ആ ഒരു സഹജമായ വീഴ്ചകളിലേക്ക് പോകാനുള്ള ആ സാഹചര്യങ്ങൾ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് മദ്യം പോലെയുള്ള വലിയ വിപത്തുകൾ, മയക്കുമരുന്ന് ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ കയറിപ്പറ്റുന്നുണ്ട്. അത് നമ്മുടെ കുടുംബത്തെ സ്കാറ്റർ ചെയ്യുകയാണ്. ആധുനിക ബൈബിൾ പണ്ഡിതന്മാരൊക്കെ കുടുംബങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ദിയാബോളോസ്, 2 സാത്താനാസ്. ദിയാബോളോസ് എന്ന് പറഞ്ഞാൽ എവിടെ സമാധാനമുണ്ടോ അവിടെ അതിന് നടുക്കൊരു കല്ലെറിയുക എന്നാണ്. ദിയാബലൈൻ. 3 പേര് ഒന്നിച്ച് വർത്തമാനം പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത് കണ്ടാൽ അവരെക്കുറിച്ച് ഏഷണി പറയുക, അതിനിടയിൽ ഒരു കല്ലെറിയുക, അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സാത്താൻ, അത് അക്യൂസറാണ്, കുറ്റം പറയുന്നതാണ്. അങ്ങനെ കുടുംബങ്ങൾ ഇതുപോലുള്ള പൈശാചികമായിട്ടുള്ള ശൈലികളിലേക്ക് കണ്ടമാനം വഴുതി പോകുന്നുണ്ട്. നമ്മൾ ഗൗരവതരമായ രീതിയിൽ അതിനെ ശ്രദ്ധിക്കണം. അഗസ്തീനോസ് പറഞ്ഞല്ലോ, ദൈവമേ, അങ്ങിൽ നിന്ന് അകലുക എന്നത് വീഴ്ചയാണ്, വീണു പോവുകയാണ്. അങ്ങിലേക്ക് തിരിയുക എന്നത് ഉയർപ്പാണ്. അങ്ങനെയുള്ള ഉയർപ്പാണ് നമുക്ക് വേണ്ടത്. വീണുപോകുന്ന സാഹചര്യങ്ങൾ, ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, മറയുമ്പോൾ നമ്മൾ പലപ്പോഴും വീണു പോകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളുടെ കുടുംബത്തിൻ്റെ പൈതൃകം നല്ലതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അമ്മ ആരാണെന്നുള്ള ആ ഒരു വലിയ ഒരു വാന്ത്, അതിൻ്റെ ഒരു ഗുണകരമായ ആ മേന്മകൾ ചിലപ്പോഴെങ്കിലും ചില മക്കളെങ്കിലും നഷ്ടപ്പെടുത്തുന്നുണ്ട്. സഭയുടെ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, ഒരു കുഞ്ഞിന് 1 വയസ്സുള്ളപ്പോൾ അതിൻ്റെ അമ്മയെപ്പോലെ ഇരിക്കുന്ന 6-7 സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ട് നിർത്തിയാലും ആ കുഞ്ഞിന് ആ അമ്മയെ മണത്ത് അറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ആ അമ്മയെ മണത്ത് ആ കുഞ്ഞിനറിയാൻ പറ്റും. അതാണ് അമ്മയോടുള്ള ബന്ധം. അതുപോലുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ, അടുപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോകുന്നുണ്ട്. എ മദർ ഈസ് യുവർ ഫസ്റ്റ് ഫ്രണ്ട്, യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് യുവർ ഫ്രണ്ട് ഫോർ എവർ. അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ വാക്കുകൾ എല്ലാം അതാണ്. കുടുംബത്തിൽ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും നല്ല മാതൃക കൊടുത്താൽ അവിടെ സ്നേഹമുണ്ടാകും, അവിടെ നല്ല കുട്ടികളുണ്ടാകും. തോമസ് അക്വീനാസ് ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചത് ആദത്തിൻ്റെ തലയിൽ നിന്നല്ല. കാരണം ആ പാവം ചേട്ടൻ്റെ തലയിൽ കയറിയിരുന്ന് ഈ പെണ്ണ് നിരങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. തലയിൽ നിന്ന് സൃഷ്ടിക്കാമായിരുന്നു, പക്ഷേ ഈ പെണ്ണ് ആ ചേട്ടൻ്റെ തലയിൽ കയറിയിരുന്ന് നിരങ്ങരുത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, കാലിൽ നിന്ന് വേണമെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു, ഈ പാവം പെണ്ണ് ഈ ചേട്ടൻ്റെ ചവിട്ടേക്കാൻ ഇടയാകരുത്. അതുകൊണ്ടാണ് കാലിൽ നിന്ന് സൃഷ്ടിക്കാത്തത്. എന്നാൽ ദൈവം ഹൃദയഭാഗത്തുള്ള വാരിയലിൽ നിന്ന് കോ ഈക്വൽ ആണെന്ന് സ്ഥാപിക്കാനാണ് വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചത്. നമ്മൾ തമാശ പറയുന്നില്ലല്ലോ, തോമസ് അക്വീനാസ് പറഞ്ഞ കാര്യമാണ്.
എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ആ സ്ത്രീ പുരുഷ സമത്വം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആവർത്തിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കല. അമ്മയെ കണ്ടാണ് നമ്മൾ വളരുന്നതും വലുതാകുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം. അതുകൊണ്ട് ഇവിടെ നമ്മളിന്ന് മാതൃവേദി, പിതൃവേദി, പ്രോ ലൈഫ് എല്ലാം സമ്മേളിക്കുമ്പോൾ അതിനേക്കാൾ വലിയൊരു മീറ്റിംഗ് നമുക്ക് നമ്മളുടെ ഈ വർഷത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ രൂപത അതിൻ്റെ പ്ലാറ്റിനം വർഷത്തിലേക്ക് കടക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തരം സമ്മേളനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൂടുതലായിട്ട് തിരുവചനം വായിക്കണം, ദൈവത്തെ ഗൗരവതരമായിട്ടെടുക്കണം. നമ്മുടെ 23-ാം ജോൺ മാർപ്പാപ്പ, അദ്ദേഹം കർദിനാളായിരുന്നപ്പോൾ പേര് റൊങ്കാളി എന്നായിരുന്നല്ലോ. സാമാന്യം നല്ല പ്രായമുണ്ടായിരുന്നു. മാർപ്പാപ്പായുടെ ഇലക്ഷനിൽ കോൺക്ലേവിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് പ്രായമായി, അനാരോഗ്യമുണ്ട്, അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടാണ് എന്നെല്ലാം അദ്ദേഹം പലതവണ പറഞ്ഞപ്പോൾ അടുത്തിരുന്ന ഒരു കർദിനാൾ പറഞ്ഞു, റൊങ്കാളി, പ്ലീസ് ടേക്ക് ഗോഡ് സീരിയസ്ലി. താങ്കൾ ദൈവത്തെ കൂടുതൽ ഗൗരവതരമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് മനസ്സാകുമോ, തയ്യാറാകുമോ? അങ്ങനെയാണ് അദ്ദേഹം ആ ശുശ്രൂഷ മാർപ്പാപ്പായ്ക്കടുത്ത് ശുശ്രൂഷ ഏറ്റെടുത്തത്. 23-ാം ജോൺ മാർപ്പാപ്പ ആകുന്നതും സഭയിൽ വന്ന എല്ലാ നവീകരണങ്ങളുടെയും കാരണക്കാരനായിട്ട് വന്നതും. ടേക്ക് ഗോഡ് സീരിയസ്ലി. അതാണ് നമ്മൾ പലപ്പോഴും ഗൗരവതരമായിട്ട് എടുക്കാതെ വിട്ടുകളയുന്ന കാര്യം ദൈവമാണ്. നമ്മൾ ദൈവത്തെ കൂടുതൽ ഗൗരവതരമായിട്ട് നമ്മുടെ മനസ്സിലെടുക്കണം. കുടുംബങ്ങളെ അതിൻ്റെ മൂല്യ ശ്രേണിയിൽ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പനും അമ്മയും നല്ലതുപോലെ സ്നേഹത്തിൽ ഒന്നിച്ച് ജീവിക്കണം. സ്നേഹമില്ലാത്തിടത്ത് വലിയ തകർച്ചയുണ്ട്. ആ തകർച്ചയിൽ നിന്ന് നമ്മളും നമ്മളുടെ കുടുംബങ്ങളും അല്ലെങ്കിൽ നമ്മുടെ രൂപത പൊതുവെയും ഒന്നും മാറി നിൽക്കാൻ നമുക്ക് അവകാശമില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് പോരായ്മകളുണ്ട്, മദ്യപാനമുണ്ട്, സ്നേഹക്കുറവുണ്ട്, പ്രാർത്ഥന ഇല്ലായ്മയുണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്.